കാഞ്ചിയാർ സ്നേഹത്തണൽ കൂട്ടായ്മയുടെ പ്രവർത്തനം നേരിൽ കാണാൻ കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം വിദ്യാർത്ഥികളെത്തി. ഇക്കണോമിക്സ് സോഷ്യൽ എക്സ്റ്റൻഷൻ പരിപാടിയുടെ ഭാഗമായാണ് വയോജന കൂട്ടായ്മയെ നേരിൽ കാണാൻ കുട്ടികളെത്തിയത്. വാർദ്ധക്യകാലത്തിലുള്ള മാനസിക ശാരീരിക വെല്ലുവിളികൾ, ഏകാന്തത, വാർദ്ധക്യജനത അനുഭവിക്കുന്ന അരക്ഷിതബോധം, രോഗാതുരത തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും അവയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്ന സാമൂഹിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നതിലൂടെ വിദ്യാർത്ഥി സമൂഹത്തിന് അവബോധം സൃഷ്ടിക്കുന്നതിനും സ്നേഹത്തണലിലെ അംഗങ്ങളുടെ പ്രശ്നങ്ങൾ ദൂരീകരിക്കുന്നതിനുമുള്ള കൈത്താങ്ങായിട്ടാണ് കുട്ടികളെത്തിയത്. കാഞ്ചിയാറ്റിൽ വയോജനങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് സ്നേഹത്തണൽ. കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെ ഇക്കണോമിക്സ് സോഷ്യൽ എക്സ്റ്റൻഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളും അധ്യാപകരും സ്നേഹത്തണൽ കൂട്ടായ്മയെ പഠനവിധേയമാക്കുന്നത്. കൂട്ടായ്മയ്ക്ക് നേതൃത്വം വഹിക്കുന്നത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ ജയനാണ്. പരിപാടി ലബക്കട ലൂർദുമാത ദേവാലയ വികാരി ഫാദർ ജിൻസ് കരിന്തേൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെയായിരുന്നപ്പോൾ വന്ന് സംസാരിക്കാനും പരിചയമുള്ള ആളുകളും വർഷങ്ങളായിട്ട് താമസിച്ചിട്ടുണ്ടാണ്. ഒന്ന് ഓടി വീട്ടിലേക്ക് വരാനാണെങ്കിലും മമ്മിയുണ്ട്. ഇപ്പം ഞായറാഴ്ച ആണെങ്കിലും പള്ളിയിൽ കുർബാന കഴിഞ്ഞ് വീട്ടിൽ വന്ന് കാപ്പി പിടിച്ച് പയ്യാണ് വീട്ടിലേക്ക് കയറി പോകും. അപ്പം ഇങ്ങനെ സംസാരിക്കാനും ഒന്ന് പങ്കുവയ്ക്കാനും ഒക്കെ ഇല്ലാതെ വന്ന ഒരവസ്ഥയിലാണ് അവരുടെ അമ്മയുടെ ജീവിതം ഇങ്ങനെ വിവരിച്ച് ഓർമ്മ നശിച്ചു പോയി ഇങ്ങനെ പോയത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മകളൊക്കെ ഏറ്റവും ഉപകാരപ്രദമാണ്, നല്ലതാണെന്ന് എനിക്ക് തോന്നുകയും ഞാൻ വന്നതിന് ശേഷം വയോജന ദിനമായിട്ട് ഒരു ദിനം പള്ളിയിൽ വെച്ചു. അന്ന് കുറേ ആളുകൾ വന്നു പങ്കെടുത്തു. അവർ ഒന്നടങ്കം പറഞ്ഞത് അവർക്കൊന്ന് സംസാരിക്കാനും എഴുതാനും ഒക്കെ ഒരു അവസരം കിട്ടി. യോഗത്തിൽ വയോജനങ്ങളും കുട്ടികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. യോഗത്തിൽ സ്നേഹത്തണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PC തോമസ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി സന്ധ്യ ജയൻ, കട്ടപ്പന ഗവൺമെന്റ് കോളേജ് എക്കണോമിക്സ് വിഭാഗം മേധാവി ഡോക്ടർ രാജേഷ് ജോർജ്, ഡോക്ടർ അരുൺകുമാർ TA, ജെയ്സൺ അഗസ്റ്റിൻ, രാജു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു.